16/8/2025 കേരള PSC നടത്തിയ അസിസ്റ്റന്റ് പിർസൺ ഓഫീസറുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. 1. ഏത് വിഭാഗവുമായിട്ടാണ് മാർത്താണ്ഡവർമ്മ 1841 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഏത് വിഭാഗവുമായാണ് മാർത്താണ്ഡവർമ്മ 1841 കുളച്ചൽ യുദ്ധത്തിൽ ഏർപ്പെട്ടത്? ഉത്തരം സി ആണ്, ഡച്ചുകാർ. 2. ചൈനയിലെ ലോങ് മാർച്ച് താഴെ പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡി ആണ്, മാവോ സേതുങ്. 3. വ്യവസായിക വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? വ്യവസായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ബി, ബ്രിട്ടൻ. 4. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഉത്തരം ബി ആണ്, രണ്ടാം വട്ടമേശ സമ്മേളനം. 5. മറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏതു രാജ്യത്താണ്? ഉത്തരം സി, ബ്രസീൽ. 6. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം സി ആണ്, 2, 3, 4. 2. സമുദ്രങ്ങളുടെ അടിത്തട്ടിലുള്ള ഭൂവൽക്കത്തിന് വൻകരകളിലെ ഭൂവൽക്കത്തിനേക്കാൾ കട്ടി കുറവാണ്. 3. ട്രോപ്പോസ്ഫിയറിലെ ഉയരം കൂടുന്തോറും ഊഷ്മാവ് കുറയുന്നു. 4. സൗരവികിരണങ്ങൾക്ക് ഭൗമവികിരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കുറവാണ്. 7. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് ചോദിച്ചത്. ഉത്തരം ഡി ആണ്, 1, 2, 3. 1. മാർബിൾ ഒരു തരം ആഗ്നേയ ശിലയാണ്. 2. ഇന്ത്യയിൽ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ തയ്യാറാക്കുന്നത് അതാത് സംസ്ഥാനങ്ങളാണ്. 3. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. 1, 2, 3 ആണ്. 4 ആണ് ശരിയായ പ്രസ്താവന. കൊൽക്കത്ത നഗരം ഹുഗ്ലി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. 8. കാറ്റിന്റെ ഗതിയെയോ വേഗതയെയോ സ്വാധീനിക്കാത്ത ഘടകം ഏത്? ഉത്തരം ബി ആണ്, വേലി ബലം. 9. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഡി ആണ്, 1, 4. 1. റായ്പൂർ ജാർഖണ്ഡിന്റെ തലസ്ഥാനമാണ്. 4. കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ 37% പ്രദേശം വനങ്ങളാണ്. 10. സ്ലിം മിഷൻ ഏതു രാജ്യത്തിന്റെ ചാന്ദ്രദൗത്യമാണ്? ഉത്തരം ബി, ജപ്പാൻ. 11. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആര്? ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആര്? ഉത്തരം എ, കെ എൻ രാജ്. 12. കാർഷിക മേഖല വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം? ഉത്തരം നബാർഡ്. 13. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ജോലിക്ക് കൂലി, ഭക്ഷണം, നീതി എന്നിവ മുഖ്യ ലക്ഷ്യങ്ങളാക്കിയ പഞ്ചവത്സര പദ്ധതി? ഉത്തരം സി ആണ്, 5ാം പഞ്ചവത്സര പദ്ധതി. 14. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപ അധ്യക്ഷൻ ആര്? ഉത്തരം എ ആണ്, സുമൻ ബെറി. 15. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ? ഉത്തരം ഡി ആണ്, ഇതെല്ലാം. എ, ഭക്ഷ്യക്ഷാമം ഇല്ലാതായി ഉൽപാദനം വർദ്ധിച്ചു. ബി, സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചതിലൂടെ ഉൽപാദനം വർദ്ധിച്ചു. സി, ധാന്യശേഖരം വർദ്ധിച്ചു. വിദേശ ആശ്രയത്വം ഇല്ലാതായി. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങൾ ഏതെല്ലാം ചോദിച്ചാൽ 3 ശരിയാണ്. 3 ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളാണ്. 16. ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് താഴെ കൊടുത്തവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ബി ആണ്, 1, 3. 1. ഭരണഘടന പുനരവലോകനം. 3. സ്വതന്ത്ര നീതിന്യായ സംവിധാനം. 17. ഹൈക്കോടതികളുടെ റിട്ട് അധികാരം. ഉത്തരം എ ആണ്, അനുച്ഛേദം 226. 18. മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏത്? ഉത്തരം സി, 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ടത്. 19. ആനുപാതിക പ്രാതിനിധ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം സി ആണ്, എയും ഡിയും. എ, ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം. ഡി, വോട്ട് പാർട്ടിക്ക്. എ, ജയിക്കാൻ ഭൂരിപക്ഷം വോട്ട് വേണം. ഡി, വോട്ട് പാർട്ടിക്ക്. 20. കൺകറന്റ് ലിസ്റ്റിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ബി ആണ്, 2ഉം 3ഉം. 2. പൊതുജനാരോഗ്യം. 3. മൃഗസംരക്ഷണം. 21. നിയമനിർമ്മാണ നടപടിക്രമങ്ങളിൽ കമ്മിറ്റി ഘട്ടത്തിൽപ്പെട്ടത് ഏതാണ്? ഉത്തരം ബി ആണ്, വിശദമായി പരിശോധിക്കുന്നു. 22. 2024 റിപ്പബ്ലിക് ദിന പരേഡിന്റെ തീം എന്താണ്?
ഉത്തരം സി ആണ്. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൻ്റെ തീം എന്താണ്? ഉത്തരം സി ആണ്. ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ മാതാവ്. 23 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി താഴെ പറയുന്നതിൽ ആരായിരുന്നു? ഉത്തരം ബി ആണ്. സി അച്യുതമേനോൻ. 24 കുടുംബശ്രീ സംവിധാനത്തിലെ മധ്യതലമായ ADS ഭരണസമിതിയിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? ഉത്തരം ബി ആണ്. 11. 25 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത്? ഉത്തരം ബി ആണ്. തളിപ്പറമ്പ്. 26 ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ഉത്തരം സി ചിറ്റയം ഗോപകുമാർ. 27 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഫംഗസ് മൂലമുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം സി ആണ്. വട്ടച്ചൊറി. 28 പേശി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ശരീര തുലഞ്ഞ നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? ഉത്തരം എ ആണ്. സെറിബെല്ലം. 29 റെറ്റിനോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന വിറ്റാമിൻ ഏത്? ഉത്തരം ബി ആണ്. വിറ്റാമിൻ എ. 30 AI അധിഷ്ഠിത റിയൽ ടൈം ഫോറസ്റ്റ് അലേർട്ട് സിസ്റ്റം ആരംഭിച്ച ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം സി ആണ്. മധ്യപ്രദേശ്. 31 ഒരു ഗ്ലാസ് ദണ്ട് സിൽക്ക് കൊണ്ട് ഉരസിയാൽ അത്? ഉത്തരം ബി ആണ്. സിൽക്കിന് ഇലക്ട്രോൺ നൽകുന്നു. 32 ഭ്രമണചലനത്തിൽ ബലത്തിനോട് തുല്യമായത്? ഉത്തരം ഡി ടോർക്ക്. 33 ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ള പദാർത്ഥത്തിൻ്റെ പേര്? ഉത്തരം സി ജലം. 34 ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏത്? ഉത്തരം എ അൾട്രാ വയലറ്റ് മേഖല. 35 അമ്ലമെന്നാൽ ഹൈഡ്രജൻ അയൺ ദാതാവ് ആണ് എന്ന ആശയം മുന്നോട്ട് വച്ച ശാസ്ത്രജ്ഞൻ ആര്? ഉത്തരം ബി അരിനിയസ്. 36 കാർബണിൻ്റെ രൂപാന്തരത്തിൽ തെർമോഡൈനാമിക്സ് അനുസരിച്ച് ഏറ്റവും സ്ഥിരതയുള്ള രൂപം ഏത്? ഉത്തരം സി ഗ്രാഫൈറ്റ്. 37 കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നാടകത്തെ പ്രശസ്ത കലാകാരി നിലമ്പൂർ ആയിഷയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാം? ഉത്തരം ബി ആണ്. 1, 3, 4. 1 SL പൂരം സദാനന്ദൻ പുരസ്കാരം. 3 കേരള സംഗീത നാടക അക്കാദമി അവാർഡ്. 4 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. 38 കായിക പ്രതിഭകളുടെയും ആത്മകഥകളുടെയും പേര് നൽകിയിരിക്കുന്നതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ഉത്തരം എ ആണ്. 1, 4. 1 സുനിൽ ഗവാസ്കർ സണ്ണി ഡേയ്സ്. 4 സൈന നെഹ്വാൾ പ്ലേയിങ് ടു വിൻ. 39 നോവലിൻ്റെയും നോവലിസ്റ്റിൻ്റെയും പേരുകൾ ചേർത്ത് നൽകിയതിൽ ശരിയായി യോജിപ്പിച്ച ജോഡി കണ്ടെത്തുക. ഉത്തരം സി ആണ്. 1, 3. 1 ബുധിനി സാറ ജോസഫ്. 3 റാം ആനന്ദി അഖിൽ പി ധർമ്മജൻ. 40 പ്രമുഖ സാമ്പത്തിക ശാസ്ത്ര പണ്ഡിതനായിരുന്ന ഡോക്ടർ എം കുഞ്ഞമ്മാനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം സി ആണ്. 2, 3. 2 എതിരി എന്ന ആത്മകഥയ്ക്ക് ലഭിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നിരസിച്ചു. 3 ദീർഘകാലം കേരള സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ പറഞ്ഞു പോവാം. 41 ബി. 42 ഡി. 43 എ. 44 ബി. 45 എ. 46 ബി. 47 ഡി 9 ദിവസം. 48 സി 51 kg. 49 ബി. 50 ഡി 600 രൂപ. 51 വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് താഴെ പറയുന്നവയിൽ ഏതാണ് പൊതുരേഖയായി നൽകാൻ സാധിക്കുന്നത്? ഉത്തരം ബി മറ്റൊരാളുടെ ജാതി സർട്ടിഫിക്കറ്റ്. 52 BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ട ഫീസ്? ഉത്തരം സി ഫീസ് കൊടുക്കേണ്ടതില്ല. 53 വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസങ്ങൾക്കുള്ളിൽ ഫീസ് കൊടുക്കണം? ഉത്തരം ഡി കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. 54 സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്ര? ഉത്തരം സി 5 വർഷം. 55
വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷകർ ഉത്തമവിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിക്കാവുന്ന വിവരം നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിന് തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം പരമാവധി ചുമത്തപ്പെടുന്ന പിഴ സംഖ്യ എത്രയാണ്? ഉത്തരം സി 25,000 രൂപ. 56 സർവ്വദേശീയ മനുഷ്യാവകാശ ദിനം. ഉത്തരം ബി ഡിസംബർ 10. 57 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ഉത്തരം എ 3 വർഷം. 58 കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. ഉത്തരം ബി ആണ് 24 മണിക്കൂർ. കസ്റ്റഡി മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. 59 നെൽസൺ മണ്ടേല റൂൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന പ്രമാണം. ഉത്തരം എ 1955 സ്റ്റാൻഡേർഡ് മിനിമം റൂൾസ് ഫോർ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ്. 60 മനുഷ്യാവകാശ ലംഘനമാക്കുന്നതുമായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷം ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷന് അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല. ഉത്തരം എ 1 വർഷം. 61 കേരള സംസ്ഥാന രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? തവനൂർ. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആരംഭിച്ച സെൻട്രൽ ജയിൽ എവിടെയാണ്? ഉത്തരം സി തവനൂർ. 62 കേരള ആന്റി സോഷ്യൽ ആക്ടിവിസ്റ്റ് ആക്ട് പ്രകാരം കരുതൽ തടങ്കലിൽ പെടുന്ന ആൾക്കാരെ പാർപ്പിക്കുന്ന ജയിൽ. ഉത്തരം ഡി സെൻട്രൽ ജയിൽ. 63 ജയിൽ ഉദ്യോഗസ്ഥർക്ക് അടിസ്ഥാന പരിശീലനം നൽകുന്നതിന് കേരളത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനം. ഉത്തരം എ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കറക്ഷണൽ അഡ്മിനിസ്ട്രേഷൻ. 64 കേരള സംസ്ഥാനത്തിലെ ജയിൽ വകുപ്പ് മേധാവിയുടെ തസ്തികയുടെ പേര്. ഉത്തരം ബി ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ്. 65 തടവിൽ കഴിയുന്ന അമ്മമാരോടൊപ്പം പാർപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ പ്രായപരിധി എത്ര? ഉത്തരം ബി 6 വയസ്സ്. 66 മനോവിശ്ലേഷണം എന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഡി ഫ്രോയിഡ്. 67 ദൈനംദിന സാഹചര്യങ്ങളെക്കുറിച്ചുള്ള തീവ്രവും അമിതവുമായ ആശങ്കയും ഭയവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് അവസ്ഥയുടെ ലക്ഷണമാണ്? ഉത്തരം ബി ഉത്കണ്ഠ. 68 ബുദ്ധി ബഹുമുഖ സിദ്ധാന്തം ആരാണ് അവതരിപ്പിച്ചത്? ഉത്തരം എ ഗാർഡനർ. 69 ആക്രമണോത്സുകത നിരീക്ഷണം വഴി പഠിപ്പിക്കുന്നു എന്ന് പരീക്ഷണത്തിലൂടെ സ്ഥാപിച്ച മനഃശാസ്ത്ര സൈദ്ധാന്തികൻ ആര്? ഉത്തരം എ ബന്ദൂര. 70 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ആന്തരിക അഭിപ്രേരണയിൽപ്പെട്ടത് ഏത്? ഉത്തരം ഡി ആത്മസംതൃപ്തി. 71 ഗുരുതരമായ പരിക്കിനെ തുടർന്നുള്ള മരണസാധ്യത തടയുന്നതിനായി ചികിത്സ സമയബന്ധിതമായി ലഭിക്കുന്നതിന് അപകടം നടന്നു കഴിഞ്ഞ ഉടനെയുള്ള 1 മണിക്കൂർ സമയം വളരെ പ്രാധാന്യമാണ്. ഈ മണിക്കൂർ അറിയപ്പെടുന്നത്? ഉത്തരം ബി സുവർണ മണിക്കൂർ. 72 ആൾക്കാരെയോ ചരക്കോ കൊണ്ടുപോകുന്നതിനായി ഒരു മോട്ടോർ വാഹനത്തിൽ ഘടിപ്പിച്ചു വലിച്ചുകൊണ്ടുപോകുന്ന കുറഞ്ഞത് 2 ചക്രങ്ങളെങ്കിലുമുള്ള സ്വയം പ്രൊഫഷൻ ഇല്ലാത്ത ഒരു റോഡ് വാഹനം ഏത് കാറ്റഗറിയിൽ പെടുന്നു? ഉത്തരം എ കാറ്റഗറി ടി. 73 ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. ഉത്തരം സി 20 വയസ്സ്. 74 ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് ഫോം A1A നൽകേണ്ടി വരുന്നത്? ഉത്തരം ഡി 1 3. 1 ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കുന്നതിനുള്ള ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുമ്പോൾ. 3 അപേക്ഷ 40 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിൽ. 75 കേരള മോട്ടോർ വാഹന റൂൾസ് 1989 ലൈസൻസിംഗ് അതോറിറ്റി ഒരു ഡ്രൈവറുടെ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റൂള്. ഉത്തരം ബി റൂൾ 19. 76 ഒരു കോൺട്രാക്ട് കരിയോജ് വാഹനത്തിന്റെ പെർമിറ്റ് കാലാവധി എത്രയാണ്? ഉത്തരം സി 5 വർഷം. 77 6 വർഷം പഴക്കമുള്ള ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിനു ലഭിക്കുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ കാലാവധി. ഉത്തരം എ 2 വർഷം. 78 മോട്ടോർ വാഹന ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 റൂൾസ്
3 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം എ മറ്റു റോഡ് ഉപഭോക്താക്കളോടും പൊതുജനങ്ങളോടും ഉള്ള ഡ്രൈവറുടെ കടമ. 79 പരസ്പരം കടന്നു പോകാൻ അസൗകര്യമുള്ള മൗണ്ടൻ റോഡുകളിലും കുത്തനെയുള്ള റോഡുകളിലും ഒരു വാഹനം കയറ്റി വരുമ്പോൾ ഇറങ്ങുന്ന വാഹനത്തിന്റെ ഡ്രൈവർ തന്റെ വാഹനം. ഉത്തരം ബി 1ഉം 3ഉം. 1 ഇടതുവശം ചേർത്ത് ഒതുക്കി നിർത്തേണ്ടതാണ്. 3 കയറ്റം കയറി വരുന്ന വാഹനത്തെ ആദ്യം കയറ്റി വിടേണ്ടതാണ്. 80 രണ്ടു ചക്രത്തിൽ കൂടുതലുള്ള ഒരു വാഹനം റോഡിൽ തടസ്സമാകുന്ന രീതിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ ചെയ്യേണ്ട മുൻകരുതൽ. ഉത്തരം ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 81 താഴെ പറയുന്നവയിൽ ഹാൻഡ് കൺട്രോളുകൾ ഏതെല്ലാം? ഉത്തരം സി 1ഉം 4ഉം. 82 ഒരു ഡ്രൈവർക്ക് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏതെല്ലാം? ഉത്തരം ഡി 1ഉം 4ഉം. 83 താഴെ പറയുന്നതിൽ ഏതു വാഹനത്തിനാണ് റോഡിൽ മുൻഗണന നൽകേണ്ടത്? ഉത്തരം സി ആംബുലൻസ്. 84 താഴെ പറയുന്നതിൽ ഏതെല്ലാമാണ് ഡിഫൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കുകൾ? ഉത്തരം ഡി ഇവയെല്ലാം. 85 MSM എന്നാൽ? ഉത്തരം സി മിറർ സിഗ്നൽ മനോവർ. 86 കേരളത്തിലെ 4 വരി ഇല്ലാത്ത സ്റ്റേറ്റ് ഹൈവേ റോഡുകളിൽ ഒരു ചരക്ക് വാഹനത്തിന് നിയമപരമായി സഞ്ചരിക്കാൻ കഴിയുന്ന പരമാവധി വേഗത എത്രയാണ്? ഉത്തരം സി മണിക്കൂറിൽ 65 കിലോമീറ്റർ. 87 ലോഡ് ഉൾപ്പെടെ ഒരു വാഹനത്തിന് അനുവദനീയമായ നഗരം? ഉത്തരം ഡി ഗ്രേസ് വെഹിക്കിൾ ഭാരം. 88 റോഡ് അപകടം സംഭവിച്ചാൽ എത്ര സമയത്തിനകം ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം? ഉത്തരം എ 24 മണിക്കൂർ. 89 ജംഗ്ഷനുകളിൽ ചുവപ്പ് ട്രാഫിക് ലൈറ്റ് തെളിഞ്ഞാൽ വാഹനം എവിടെ നിർത്തണം? ഉത്തരം ബി സ്റ്റോപ്പ് ലൈനിന് മുമ്പ്. 90 പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കാതെ പൊതുസ്ഥലത്ത് മോട്ടോർ വാഹനം ഡ്രൈവ് ചെയ്താൽ വാഹന ഉടമ അല്ലെങ്കിൽ രക്ഷകർത്താവ് നൽകേണ്ട പിഴ തുക എത്ര രൂപയാണ്? ഉത്തരം ഡി 25,000 രൂപ. 91 ചുവടെയുള്ള വാക്യങ്ങളിൽ തെറ്റായത് ഏത്? ഉത്തരം സി പേരും മേൽവിലാസവും. ചുവടെയുള്ള വാക്യങ്ങൾ തെറ്റായത് ഏത്? കേന്ദ്ര മോട്ടോർ വാഹനം ചട്ടം 168 പ്രകാരം അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ. ഉത്തരം സി പേരും മേൽവിലാസവും ആശുപത്രി അധികൃതർക്ക് നൽകിയിരിക്കണം. 92 3 വയസ്സ് പ്രായമുള്ള കുട്ടിയുമായി മോട്ടോർ സൈക്കിളിൽ ഉള്ള യാത്ര? ഉത്തരം ബി സേഫ്റ്റി ഹാർനസ് ഉപയോഗിക്കണം. 93 താഴെ പറയുന്ന വാക്യങ്ങളിൽ ശരിയായത് ഏത്? ഉത്തരം സി സ്വയം വിറ്റ്നസ് ആകാനും ആകാതിരിക്കാനും സാധിക്കും. 94 മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റത്തിന് പിഴയിടുന്നത്? ഉത്തരം ഡി ഇ ചലാൻ മുഖേന. 95 വാഹനത്തിന്റെ രേഖകൾ പിടിച്ചെടുക്കാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഉത്തരം ഡി ആണ് എയും ബിയും സിയും. എ പോലീസ് ഓഫീസർ, ബി MAVI, സി സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉദ്യോഗസ്ഥൻ. 96 വാഹനത്തിൽ ഫാസ്ടാഗ് പതിക്കേണ്ട എവിടെയാണ്? ഉത്തരം എ വിൻഡ് സ്ക്രീനിൽ. 97 സ്പീഡ് ഗവർണർ ആവശ്യമില്ലാത്ത വാഹനങ്ങൾ ഏത്? ഉത്തരം ഡി ഫയർ ടെൻഡർ സൈക്കിൾ ആംബുലൻസ്. 98 ഒരു മോട്ടോർ വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാവുന്ന പരമാവധി ശബ്ദത്തിന് നിയന്ത്രിക്കണം. ഒരു മോട്ടോർ വാഹനത്തിൽ നിന്ന് പുറപ്പെടുവിക്കാവുന്ന പരമാവധി ശബ്ദത്തിന് നിയന്ത്രണം? ഉത്തരം ഡി ആണ് എല്ലാ മോട്ടോർ വാഹനത്തിനും ബാധകമാണ്. 99 ഹസാഡസ് ഗുഡ്സ് വാഹനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്തെല്ലാം? ഉത്തരം ബി ഫയർ എക്സ്റ്റിംഗ്വിഷർ, എമർജൻസി ഇൻഫർമേഷൻ പാനൽ, VLTD. 100 ഹസാഡസ് ഗുഡ്സ് വാഹനങ്ങളിൽ ക്ലാസ് ലേബലിന്റെ വലിപ്പം? ഉത്തരം ബി ആണ് 250 mm. താങ്ക് യു.